ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവും ഇങ്ങനെ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ സൂം മീറ്റിംഗിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ആമേൻ ഗ്രൂപ്പാണ്. ശക്തമായി പ്രാർത്ഥിക്കുകയും ശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടായ്മയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ഇത് ധാരാളമായി അവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മീറ്റിംഗിൽ വീണ്ടും എന്നെ ക്ഷണിക്കുകയും സ്തോത്രം ഈ വേദി ഒരുക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസിയോട്, പ്രിയ ബിന അജയ് എന്ന കർത്താവിന്റെ ദാസിയോട് എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി തിരുവചന ആമേൻ ഭാഗത്തു നിന്നും നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ച് സഹായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ആദ്യ ഭാഗം ഒന്ന് വായിച്ച് സഹായിക്കാം. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും മതി. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത്. സ്തോത്രം. ഇന്ന് പ്രഭാതം ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം. ഇന്ന് ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കേണ്ടതിനാണ്. യേശുവിന്റെ നാമത്തിൽ മനുഷ്യന്റെ കരം പ്രതികൂലമായിരുന്നപ്പോൾ, സംഘടനകളുടെ കരം പ്രതികൂലമായിരുന്നപ്പോൾ, നാം ഏറെ സ്നേഹിച്ചവരുടെ കരങ്ങൾ പ്രതികൂലമായിരുന്നപ്പോൾ, ഇന്ന് പകൽ ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ രക്തം ജയം. സ്തോത്രം. ദൈവത്തിന്റെ കരം പ്രതികൂലമായവർ ഈ ഭൂമിയിൽ തകർന്നു പോയപ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നവർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവ്, ഈ പ്രഭാതവും അങ്ങയുടെ കുഞ്ഞുങ്ങളോടുകൂടെ ഒരുമിച്ച് തിരുപാദപീഠത്തിലായിരുന്നു. നാഥ, അങ്ങയുടെ വചനത്തെ ധ്യാനിപ്പാൻ സ്വർഗം തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ജ്ഞാനിയായിട്ടല്ല കർത്താവ്, ഞങ്ങൾ നീതിമാന്മാരായിട്ടല്ല, നിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ ഇതുവരെ കർത്താവെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങളെ കർത്താവെ സ്തോത്രം ദൈവിക ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ കർത്താവെ സ്തോത്രം പണിതെടുപ്പാൻ പരിശുദ്ധാത്മാവ് ഇതുവരെ ഞങ്ങളെ നടത്തിയ വൻകൃപകൾക്കായി സ്തോത്രം. ഈ കർത്താവെ, ഈ പ്രയർ ഗ്രൂപ്പിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇതിന്റെ പ്രിയപ്പെട്ടവരെ കർത്താവെ, അമരത്തായിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. ഇതിൽ കർത്താവെ ചേർന്ന് തൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ആരാധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരമെന്ന് പകൽ അനുകൂലമായിരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും. മഹത്വം അങ്ങെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ചത് ഇങ്ങനെയാണ്, ആമേൻ, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കും. ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്ന എല്ലാ ഭക്തന്മാരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കരം പ്രതികൂലമായിരുന്നവരെല്ലാം ആമേൻ ഈ ഭൂമിയിൽ തകർന്നു പോയപ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കണമെങ്കിൽ ഒന്നാമതായി നാം ശക്തമായി പ്രാർത്ഥിക്കുന്നവരും ദൈവസന്നിധിയിൽ കരയുവാൻ ആമേൻ തയ്യാറുള്ളവരുമായിരിക്കണം. നമുക്കറിയാം,
നെഹമ്യാവിന്റെ പുസ്തകം 1 അധ്യായം 4 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, ഏറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഏറെ നാൾ, എത്ര നാളെന്നില്ല, ഏറിയ നാൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദുഃഖിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നെഹമ്യാവിന് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ കരം തന്നോട് കൂടെയായിരുന്നു. പലപ്പോഴും നമ്മുടെ പരാജയം കരയുവാൻ തയ്യാറല്ല. ഒരു കാലഘട്ടത്തിൽ ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞു നേടിയതെല്ലാം സ്തോത്രം പല കാലഘട്ടങ്ങളിലായി കരഞ്ഞു നേടിയതെല്ലാം ഇപ്പോ ചിരിച്ചു തള്ളി അങ്ങ് കളയുകയാ ചെയ്യുന്നത്. ഇന്ന് കരച്ചിൽ കുറവാണ്, ഇന്ന് കരയുന്നവർ കുറവാണ്. സ്തോത്രം. കരച്ചിൽ എന്ന് പറയുമ്പോൾ ഒന്നാമതായി നിൽക്കുന്നത് സ്ത്രീകളാണ്. അവർ കാര്യം കാണാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരിക്കും. ചില സഹോദരിമാർ സാക്ഷി പറയുവാൻ ആ സഭയിൽ എഴുന്നേൽക്കുമ്പോ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. ഞാൻ പറയും, ഇങ്ങനെ കരയുന്നതെല്ലാം കള്ളികളാ. ഇങ്ങനെ ഈ കള്ളക്കരച്ചില് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഭയങ്കര കരച്ചില. സാക്ഷി പറയുമ്പോൾ മാത്രം എങ്ങനെയാ ഇത്രയും കരയാൻ പറ്റുന്നത്? ഒന്നാം സ്ഥാനം കരച്ചിലിന് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളാ ഏറ്റവും കൂടുതൽ കരയുന്നത്. അവരുടെ ആവശ്യങ്ങൾ, വിശപ്പ് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടെല്ലാം അവർ മാവിട്ട് കരഞ്ഞ് നിലവിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം സ്ത്രീകൾക്കാണ്. എന്നാൽ ഒരു പുരുഷൻ കരഞ്ഞാൽ നാട്ടുകാർ പറയും, എടാ പെണ്ണുങ്ങളെ പോലെ കരയാതെ നീ ഇതെന്തോ കുഞ്ഞു പിള്ളാരെ പോലെ കരയുന്നു. പക്ഷെ ഈ കരയുന്ന വ്യക്തിയുടെ ആവശ്യം എന്താണെന്നും ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നും ആരും തിരിച്ചറിയാൻ പോകുന്നില്ല, എന്നാൽ തിരക്കുകയുമില്ല. കരഞ്ഞു കഴിഞ്ഞാൽ പറയും, എന്തുവാടെ ഈ പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞ് ആദ്യം ആ കരച്ചിലിനെ പരിഹസിക്കത്തേ ഉള്ളൂ. എന്നാൽ ദൈവസന്നിധിയിൽ നെഹമ്യാവ് ഇവിടെ പറയുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, ഏറെ നാൾ ദുഃഖിച്ചു. തൻ്റെ ഒരു കാലഘട്ടത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയ വലിയ ലോകം കണ്ടതിലെ ഏറ്റവും മനോഹരമായ ആലയം ഇപ്പോൾ തീ വെച്ച് ചുട്ട് എല്ലാം ഇടിഞ്ഞു തകർന്ന് സ്തോത്രം തകർക്കപ്പെട്ടതായി കിടക്കുന്നത് കാണുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടുവെന്നും ആരാധന നഷ്ടപ്പെട്ടുവെന്നും ജനത്തിനൊരു സന്തോഷവും സമാധാനവും ഇല്ല എന്നും നെഹമ്യാവ് തിരിച്ചറിഞ്ഞപ്പോൾ ആ ദൈവത്തെ ആരാധിച്ച കാലഘട്ടങ്ങൾ ഓർത്ത് പണ്ടത്തെ ഇരമ്യാവ് പറയുന്ന പോലെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, പണ്ടൊരു നല്ല കാലം ഉണ്ടായിരുന്നു. ആരാധനയുടെയും പ്രാർത്ഥനയുടെയും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെയും കാലഘട്ടം. എന്നാൽ അത് നഷ്ടപ്പെട്ടപ്പോൾ സ്തോത്രം അത് തീ വെച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം തന്നെ ഈ വേദപുസ്തകത്തിൽ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി യഹൂദയെ ഭരിക്കുവാൻ റഷ്യൻ ചക്രവർത്തിയുടെ നിയോഗമനുസരിച്ചാണ് നെഹമ്യാവിന്റെ യെരൂശലേമിലേക്കുള്ള മടങ്ങിവരവ്. സ്തോത്രം. ദൈവത്താലുള്ള ഒരു മടങ്ങിവരവായിരുന്നു നെഹമ്യാവ്. തൻ്റെ അടിമ അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സ്തോത്രം തൻ്റെ അന്യദേശത്തിൽ താൻ പരദേശിയായി പാർത്തുകൊണ്ട് ഈ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യെരൂശലേമിന്റെ തകർച്ചയെ തിരിച്ചറിഞ്ഞപ്പോൾ താൻ കരയുകയാണ്. ഇന്ന് മറ്റുള്ളവരുടെ തകർച്ചകൾ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അങ്ങനെ തന്നെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അത് അങ്ങനെ വന്നത് നല്ല കാര്യമായി പോയി, അവൻ എന്തോരം നിഗളിച്ചായിരുന്നു, അല്ലെങ്കിൽ അവൾ എന്തോരം നിഗളിച്ചായിരുന്നു, അതൊക്കെ നല്ലത് തന്നെയാന്ന് പറഞ്ഞ് അനേകർ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ, കരയുന്നത് കാണുമ്പോൾ പരിഹസിക്കുമ്പോൾ, ഇവിടെ അവൻ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യെരൂശലേമിന്റെ തകർച്ച കണ്ട് ദുഃഖിച്ചും കരഞ്ഞും പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് സ്തോത്രം നെഹമ്യാവ് മാറുകയാണ്. നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നാളുകൾ കഴിഞ്ഞപ്പോൾ
ആമേ സ്തോത്രം യെരൂശലേം പണിയുവാൻ സ്തോത്രം നെഹമ്യാവിനോട് കൂടെ ചിലരെ ചേർത്തുകൊണ്ട് യെരൂശലേമിന്റെ മതിലുകളെ പുനർനിർമ്മിക്കുവാൻ സ്തോത്രം ദൈവത്താൽ നിയോഗിക്കപ്പെടുവാനിടയാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം സ്തോത്രം ഭക്തിയോടുകൂടെ കണ്ടിരുന്ന ഒരു ഭക്തനായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിന്റെ കഷ്ടതയിൽ കൂടെ താൻ കടന്നു പോകുമ്പോൾ യെരൂശലേമിന്റെ തകർച്ചയാണ് തനിക്ക് ഏറ്റവും വലിയ കഷ്ടപ്പാടും വേദനയുമായി മാറിയത്. ആ വേദനയുടെ നടുവിലെ പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ഒന്നാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, ഏറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു വല്ലാത്ത അനുഭവത്തിൽ കൂടെയാണ് തൻ്റെ പ്രാർത്ഥന ഇവിടെ തുടങ്ങുന്നത്. സ്തോത്രം. ഏറെ നാൾ, എത്ര നാളെന്നില്ല, 21 40 ദിവസമായിരിക്കാം. ഏറെ നാൾ പ്രാർത്ഥിച്ചു, ദുഃഖിച്ചു, കരഞ്ഞു, ദൈവത്തോട് സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ ദാസന്മാരെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വരും. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി നിൽക്കണമെങ്കിൽ പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം പ്രാർത്ഥനയ്ക്ക് നാം കൊടുക്കുക. പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിലും ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. ദൈവത്തിന്റെ കരം അനുകൂലമാണെങ്കിൽ ഈ ലോകത്തിൽ ആരൊക്കെ പ്രതികൂലമായാലും സ്തോത്രം ഭയപ്പെടേണ്ടതില്ല. ദൈവം അനുകൂലമെങ്കിൽ ആർ പ്രതികൂലമായി നിൽക്കും? ആർക്കും പ്രതികൂലമായി നിൽക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ കരം അനുകൂലമാണെങ്കിൽ. സ്തോത്രം. നെഹമ്യാവ് പറയുന്നത് അങ്ങനെ. അതുകൊണ്ടാണ് ഈ യെരൂശലേം ദേവാലയം സ്തോത്രം പുനർനിർമ്മാണം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ കരം നെഹമ്യാവിന് അനുകൂലമായിരുന്നു. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായിരുന്നു സ്തോത്രം യബേസിന്റെ അനുഭവത്തിൽ നാം നോക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നീ നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ, പ്രാർത്ഥിക്കും ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്ന നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുവാനിടയായി. ഈ ദിവസങ്ങളിൽ ദൈവവേദിയിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് സ്തോത്രം പലരും പറയാറുണ്ട്, കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ലഭിക്കാത്തത്? എന്റെ സ്തോത്രം എന്നെ ദൈവം മറന്നുപോയോ? എന്റെ കണ്ണുനീര് കാണാതെ പോയോ? എന്റെ വിഷയത്തിന് ദൈവം മറുപടി അയക്കത്തില്ലേ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സാരമില്ല, ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ കരം ഇന്ന് പകൽ അനുകൂലമായിരിപ്പുണ്ട്. ദൈവത്തിന്റെ കരം അനുകൂലമായതുകൊണ്ടാ ഈ പ്രഭാതം നാം കാണുവാനിടയായത്. ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടുവാനെല്ലാം ഭാഗ്യമൊരുക്കിയത് ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും ശത്രുക്കൾ നിറഞ്ഞ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. തൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷവും മരണം മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ശൗലിന്റെ സ്തോത്രം പോരാട്ടം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തൻ്റെ സ്വന്തം മകനായ അബ്സലോമിന്റെ സ്തോത്രം വേട്ടയാടൽ മറുഭാഗത്ത്. ഇങ്ങനെ അബ്സലോമിന്റെയും ശൗലിന്റെയും നടുവിൽ നിന്നുകൊണ്ട്
തൻ പ്രാണന് വേണ്ടി ആമേൻ മരുഭൂമിയിലും ആമേൻ വനാന്തരങ്ങളിലും സ്തോത്രം വയലുകളിൽ വയൽപ്പുറങ്ങളിലുമൊക്കെ പലപ്പോഴും രാത്രിയും പകലും താൻ ഓടി മറയുവാനിടയായി. അവിടെയൊക്കെയും ആ സ്തോത്രം ദാവീദ് ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചയുടെ നടുവിൽ ദൈവം ദാവീദിനെ കൈവിടാതെ ദാവീദിനെ സ്തോത്രം തൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം തന്നെ കരങ്ങളിൽ വഹിക്കുവാനിടയായത് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, ആരാധിക്കുന്ന ഒരു അനുഭവം ദാവീദിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? നമുക്കറിയാം, ഇരമ്യാവ് എന്ന ഭക്തൻ അനേക പ്രവാചകന്മാർ സ്തോത്രം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഒന്നവനായി നിൽക്കുന്ന ഇരമ്യ പ്രവാചകൻ സ്തോത്രം ഏറ്റവും കരയുന്ന പ്രവാചകൻ, കണ്ണുനീരിന്റെ പ്രവാചകന്. തന്നെ അറിയപ്പെടുന്നതിന് കണ്ണുനീരിന്റെ പ്രവാചകന്. ഇസ്രായേലിൽ ഇതുപോലെ കരഞ്ഞ് പ്രവചിച്ച അല്ലെങ്കിൽ പ്രവചിച്ച വിഷയത്തിന് മറുപടി തൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ, അനർത്ഥമാകട്ടെ ഏത് നന്മയാകട്ടെ ഉയർച്ചയാകട്ടെ അതെല്ലാം സ്തോത്രം ഇരമ്യാവ് കണ്ണുകൊണ്ട് കാണുവാനിടയായി. നമുക്കറിയാം, യോന എന്ന ഭക്തൻ നിനവേലിനെ കുറിച്ച് സ്തോത്രം പ്രവചിച്ചത് ഇങ്ങനെയാണ്: ഈ നിനവേൽ പട്ടണം 40 രാവും പകലും കഴിഞ്ഞാൽ 40 ദിനം കഴിഞ്ഞാൽ ഈ പട്ടണം നശിച്ചു പോകും. ദൈവം ഈ പട്ടണത്തെ പൂർണ്ണമായും തകർക്കും. എല്ലാ ആണും പെണ്ണും കുഞ്ഞു തൊട്ട് വലുതുവരെയുള്ള സകല ജീവികളെയും തകർത്തു കളയുമെന്നൊക്കെ യോന പ്രവചിക്കുവാനിടയായി. യോനയുടെ പ്രവചനം നടന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവജനം കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരോട് ആ ജനത്തോട് തന്നെ സകല മനുഷ്യരോടും ദൈവം അനുതാപം കാണിക്കുവാനിടയായി. ആ ദേശത്തോട് ദൈവം അനുതാപം കാണിച്ചു, അനുദപിച്ച് അവരെ അനർത്ഥത്തിൽ നിന്നും വിടുവിക്കുവാനിടയായി. അനർത്ഥത്തിൽ നിന്നും വിടുവിച്ച ആ വിടുതൽ കാണുമ്പോൾ തൻ്റെ പ്രവചനത്തിന്റെ മറുപടി കണ്ടില്ലല്ലോ എന്നോർത്ത് തൻ്റെ പ്രവചനം പോലെ നടന്നില്ല, അല്ലെങ്കിൽ ദൈവം തൻ്റെ പ്രവചനം നടത്തിയില്ല എന്ന് തനിക്ക് നീരസമുണ്ടായി. ദൂരെ ചെന്ന് മാറി ഇരുന്ന് പട്ടണത്തെ നോക്കിക്കൊണ്ട് ദൈവസനിൽ പിറുപിറുത്തുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹിച്ചു. തൻ്റെ പ്രവചനം അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് കരയുവാൻ. എന്നാൽ ഇരമ്യാവ് അങ്ങനെയല്ല. ഇരമ്യാവിന്റെ പ്രാർത്ഥന അങ്ങനെ സംഭവിക്കരുതേ, അനർത്ഥം വരരുത്, ഈ ജനത്തെ വിടുവിക്കണമേ എന്ന്, ഈ ജനത്തെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ ഇരമ്യാവ് പ്രാർത്ഥിക്കുവാനിടയായി. ഇന്നും അനേക മാതാപിതാക്കൾ തങ്ങളുടെ അവരുടെ മക്കളെ ഓർത്ത്, അനർത്ഥത്തിലേക്ക് പോകുന്ന മക്കളെ ഓർത്ത്, മദ്യപാനത്തിലും മയക്കുമരുന്നിലും പാപജീവിതങ്ങളിലും പിന്മാറ്റ അനുഭവങ്ങളിലും അനുസരണക്കേടിലുമായി പോകുന്ന അനേക തലമുറകളെ ഓർത്ത് മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനുഭവം അന്നും ഉണ്ട്, ഇന്നുമുണ്ട്. അത് ഈ ഭൂമിയിൽ നിന്നും മനുഷ്യവർഗം ഇവിടെ നിന്ന് മാറി പോകുന്നത് വരെയും മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു ഭൂമി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഹല്ലേലൂയ. ഇനി എത്ര തന്നെ സമ്പത്തുണ്ടായാലും, എത്ര തന്നെ സൗന്ദര്യമുണ്ടായാലും, എത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടായാലും ഹല്ലേലൂയ, തലമുറകളെ ഓർത്ത് കരയാത്ത ഒരു മാതാപിതാക്കളും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഒന്ന് മാറി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും മക്കളെ ഓർത്ത് കരയാത്ത ഒരു മാതാപിതാക്കളും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ത് തന്നെ ആകട്ടെ, ജനത്തെ ഓർത്ത് കരഞ്ഞ ഒരു ഭക്തനായിരുന്നു ഇരമ്യാവ്. ഇരമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ തന്നെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. ഇരമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ
ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാമോ? അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന്. അയ്യോ, എന്റെ ജനത്തിന്റെ, ആമേ സ്തോത്രം, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും, ആമേൻ, പകല് മാത്രമല്ല രാവ് പകലും കൂടെ, രാത്രിയും പകലും, ആമേൻ. അപ്പോൾ 24 മണിക്കൂറും കരയുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ ദൈവസന്നിധിയിൽ കാണുന്നത്. ആമേൻ. നമുക്ക് എത്ര പേർക്ക് നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷി പറയുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. സാക്ഷി പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ മാറിയിട്ട് ആ നിമിഷം അവിടെ ഇരുന്ന് അടുത്ത് ഇരിക്കുന്ന വ്യക്തിക്കിട്ട് ഒരു പണി കൊടുത്തിട്ടേ പുള്ളി എണീറ്റ് പോകത്തുള്ളൂ. ആ കരച്ചിൽ അവിടെ തീരുകയാണ്. പക്ഷേ ഇരമ്യാവിന്റെ കരച്ചിൽ അങ്ങനെയല്ല, രാവും പകലും കരയുന്ന. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ആമേ, രാവും പകലും ഇരമ്യാവിനെ പോലെ ആമേ കരയുന്ന, ആമേ സ്തോത്രം, പുത്രന്മാരെ, ആമേ പുത്രിമാരെ ഓർത്ത് കരയുന്ന, ആമേ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ആമേ സ്തോത്രം, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ അനുകൂലമായിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്നു? എൻ്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്നു. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. രാവും പകലും കരയുക. എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീർ ഉറവയും കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എപ്പോഴും കരയുവാൻ ഇഷ്ടപ്പെട്ട ആമേൻ പ്രവാചകൻ. ആമേൻ, ഹല്ലേലൂയ. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഏതു സമയത്തും ആമേൻ രാത്രിയും പകലും കരയുവാൻ തയ്യാറായി ആമേൻ ഇരുന്ന ഭക്തനെ ദൈവം വിടുവിക്കുവാനിടയായതുപോലെ ഇന്ന് പകൽക്കാലത്തിൽ സ്തോത്രം, ആമേൻ, കരയുവാൻ തയ്യാറാണെങ്കിൽ ദൈവം വിടുവിക്കുവാൻ തയ്യാറാണ്. കരയുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കരമെന്ന് പകൽ അനുകൂലമായിരിക്കുവാൻ ദൈവം തയ്യാറാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ കരമെന്ന് പകൽ എന്നോട് കൂടെ ഇരിക്കും? സ്തോത്രം, ആമേൻ. നമുക്കറിയാം, ആമേൻ, യാക്കോബ് പറയുന്നു, സ്തോത്രം, യാക്കോബ് പറയുന്നു, നിന്റെ അപ്പൻ, ആമേൻ, അല്ലെ നിങ്ങളുടെ അപ്പൻ എൻ്റെ, ആമേൻ, നന്മയെ 10 പ്രാവശ്യം തടഞ്ഞു. 10 പ്രാവശ്യം എൻ്റെ നന്മയെ തടയുവാനിടയായി. 10 പ്രാവശ്യം എന്നെ കബളിപ്പിച്ചു, എന്നെ തടഞ്ഞു. പക്ഷേ ദൈവം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, ദൈവം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്, ആമേൻ, ദൈവം എനിക്ക് ഇതെല്ലാം നന്മയെ നൽകുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ ദൈവം അനുകൂലമായിരുന്ന അനവധി ഭക്തന്മാരുടെ വലിയ പട്ടിക തന്നെ, സ്തോത്രം, വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ആമേൻ. ഒന്നാമതായി ദൈവം അനുകൂലമായിരുന്ന ആമേൻ യോസഫിനെ തന്നെ നമുക്ക് നോക്കാം. ആമേൻ. അബ്രഹാമിനോടും കൂടെ ദൈവം ഇരുന്നു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ദൈവത്തിന്റെ കരം അബ്രഹാമിനോട് കൂടെയായിരുന്നു. ആമേൻ. യോസഫിനോട് കൂടെ ദൈവം ആമേൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, തന്റെ ദർശനം പോലെ തന്നെ തന്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുവാൻ, തന്റെ ദർശനം തന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായി. ഇന്ന് പകലും ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ദൈവം അനുകൂലമായി ഇരുന്നത് കൊണ്ടാണ് ഇതുവരെ എത്തുവാൻ കഴിഞ്ഞത്. ദൈവം അനുകൂലമല്ലായിരുന്നുവെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ഒരു ദൈവത്തിന്റെ കരം ആമേൻ നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ ആമേൻ, സ്തോത്രം, ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനോട് കൂടെ ചേർന്ന് ആരാധിപ്പാൻ ഒരു ഭാഗ്യമുണ്ടായത്. ദൈവത്തിന്റെ കരം ആമേൻ അനുകൂലമായിരുന്നത് കൊണ്ടാ, ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നത് കൊണ്ടാ. ആമേൻ, പലപ്പോഴായി ആമേൻ, സ്തോത്രം, ജീവിതം ഇനി മുന്നോട്ട് പോകുകയില്ല എന്ന്, ആമേൻ, ഇനി ആമേൻ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന്, ഇനി ഒരു ജീവിതമില്ല എന്നും, ഈ ഭൂമിയിൽ ആമേൻ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്നും, എല്ലാവരുടെ കരം മാറിപ്പോയി, ആരും സഹായിക്കുവാനില്ല എന്നും പലപ്പോഴും ആമേൻ ചിന്തിച്ചു പോകാറുണ്ട്. അവനൊരു കരം ഒന്ന് താങ്ങിയിരുന്നുവെങ്കിൽ, ഒരു കൈ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ,
പലപ്പോഴും നാം ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അവൾ ഒരു കരം ആമേൻ ഒന്ന് കൈ സഹായിച്ചിരുന്നുവെങ്കിൽ, ഒരു കൈ സഹായിച്ചിരുന്നുവെങ്കിൽ, മനുഷ്യരുടെ കൈ ആമേ സഹായത്തിനായി നമ്മൾ പലപ്പോഴും ആമേ മാനുഷികമായി നാം ആഗ്രഹിച്ചുവെങ്കിലും ആ സഹായത്തിന്റെ കരങ്ങളെല്ലാം നീങ്ങിപ്പോയപ്പോൾ കുഞ്ഞെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായതുകൊണ്ടാ ഇന്ന് പ്രഭാതം നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. മനുഷ്യരുടെ കരം നോക്കി നാം ക്ഷീണിച്ചു പോയപ്പോൾ, മനുഷ്യരെ ആശ്രയിച്ച് നാം തകർന്നു പോയപ്പോൾ ദൈവത്തിന്റെ കരം നമുക്കിന്ന് പകൽക്കാലം അനുകൂലമായിരുന്നു. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് എനിക്ക് അനുകൂലമായതുകൊണ്ടാ? നിങ്ങളുടെ ആമേൻ ഞാൻ ഒരുപാട് പ്രാവശ്യം ആമേൻ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ആമേൻ ഞാൻ പല മീറ്റിങ്ങുകളിലും എൻ്റെ ആമേൻ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും വിട്ടുപോയപ്പോൾ, എല്ലാ സ്നേഹിതരും എന്നെ വിട്ടുപോയപ്പോൾ, എൻ്റെ മാതാപിതാക്കൾ എന്നെ വിട്ടുപോയപ്പോൾ, എൻ്റെ സഹോദരങ്ങൾ എന്നെ മറന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കുവാനിടയായി. എല്ലാം തകർന്നവനായി, വട്ടപൂജ്യമായി, ഒരു ഭ്രാന്തനായി, സ്വബോധം നഷ്ടപ്പെട്ടവനായി, മരണമല്ലാതെ മറ്റൊന്നും ആമേൻ സ്തോത്രം മുന്നിൽ കാണുവാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആമേ സ്വർഗത്തിൽ ദൈവം ആമേ തന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുവാനിടയായി. ആമേൻ സ്തോത്രം. യോശുവയോട് ആമേൻ സ്തോത്രം പറഞ്ഞതുപോലെ ആമേൻ എന്നോടും ആമേൻ സ്തോത്രം പറയുവാനിടയായി. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. ആമേൻ സ്തോത്രം. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ സ്തോത്രം. മോശയെ നടത്തിയതുപോലെ എന്റെ കരം നിന്നെയും നടത്തുവാനിടയാകുമെന്ന് ആമേൻ സ്തോത്രം മോശയുടെ മരണശേഷം ആമേൻ സ്തോത്രം യോശുവ വളരെ അതിദുഃഖിതനായി അവൻ യോർദാന്റെ തീരത്തിരുന്ന് കരഞ്ഞപ്പോൾ അവൻ ദൈവം ആശ്വസിപ്പിച്ചതുപോലെ എന്നെയും ദൈവം ആശ്വസിപ്പിക്കുവാനിടയായി. അവൻ ഇന്ന് പകൽക്കാലത്തിൽ പറയട്ടെ, ദൈവത്തിന്റെ കരം അനുകൂലമായതുകൊണ്ട് പട്ടണം കാണുക ദൈവം എന്നെ മാനിപ്പാനിടയായി. ആമേൻ സ്തോത്രം. സഹോദരങ്ങൾ കാണുക എന്നെ ദൈവം മാനിപ്പാനിടയായി. എൻ്റെ സ്നേഹിതർ കാണുക എന്നെ മാനിപ്പാനിടയായി. ഒരു സ്തോത്രം ഒരിക്കൽ 2013 ആമേൻ എൻ്റെ പഴയ ഒരു സ്നേഹിതൻ കുവൈറ്റിൽ, അദ്ദേഹത്തെ 6 മാസത്തോളം എൻ്റെ സ്തോത്രം ഞാനന്ന് ഒരു ഗസ്റ്റ് ഹൗസിലാണെങ്കിലും അതെ വ്യാഴാഴ്ച ദിവസമാകുമ്പോൾ അറബിയും ഫാമിലി എല്ലാം വരും. അവര് വന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കും. പക്ഷെ എൻ്റെ റൂമിനകത്ത് വേറെ ആരും വരത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ എൻ്റെ റൂമിന് നിർത്തി. എൻ്റെ സ്നേഹിതന് വിസയോ പാസ്പോർട്ടോ ഒന്നുമില്ലാതെ, ജോലിയോ ഒന്നുമില്ലാതെ 6 മാസത്തോളം ഞാൻ എൻ്റെ റൂമിൽ നിർത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. അദ്ദേഹത്തെ ഞങ്ങള് സഹോദരങ്ങളെ പോലെ ഞങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഓണം പോലെ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു വന്നു. പക്ഷേ ഈ വ്യാഴാഴ്ച ദിവസങ്ങൾ അറബിയും ഫാമിലിയും വരുമ്പോൾ, അറബി ഭയങ്കര മദ്യപിക്കുന്നവനാണ്, സിഗരറ്റൊക്കെ വലിക്കുന്നവനാണ്. അത് ഇവർ മദ്യപിക്കാനും സിഗരറ്റ് വലിക്കാനും എൻ്റെ റൂമിലേക്ക് വരും. അവൻ്റെ റൂം അവിടെ ഗസ്റ്റ് ഹൗസിനകത്തിരുന്ന് മദ്യപിക്കാനും പുകവലിക്കാനും അവന്റെ ഭാര്യ അനുവദിക്കാത്തത് കാരണം എൻ്റെ റൂമിലേക്ക് വന്ന് എൻ്റെ റൂമിലിരുന്ന് ഇത് ചെയ്യും. ഈ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മണിക്കൂറുകൾ ഇരുന്ന, ചിലപ്പോ 2, 3, 4 മണിക്കൂറൊക്കെ ഇരുന്ന് ഇവന് സ്വബോധം നഷ്ടപ്പെടുന്നത് വരെ ഇവനിരിക്കും. പക്ഷെ ആ സമയമെല്ലാം എൻ്റെ സ്നേഹിതൻ അറബി ഇരിക്കുന്ന കട്ടിലിന്റെ അടിയിലാണ് ഞാൻ പുള്ളിയെ കിടത്തിയിരിക്കുന്നത്. ഞാൻ പുറത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ആ മനുഷ്യനൊന്ന് ഒരു തുമ്മല് വന്നു കഴിഞ്ഞാൽ, ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ മുന്നിൽ കള്ളനാകും. കാരണം എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അറബി എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം സഹായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നെ നല്ല വിശ്വാസവുമാണ്. അപ്പോ അവർ ഇത്രത്തോളം എന്നെ വിശ്വസിക്കുന്ന ഞാൻ ഒരു കട്ടിന്റെ അടിയിൽ ഒരു മനുഷ്യനെ അവരറിയാതെ അവരുടെ വീടിനകത്ത് ഒരു കട്ടിന്റെ അടിയിൽ ഞാൻ ഒരാളെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അതൊരു ന്യായം, എത്ര തന്നെ ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അത് ന്യായമായി വരത്തില്ല. അറബിയുടെ വീട്ടിൽ അവരുടെ ഗസ്റ്റ് ഹൗസിലോ
ഒരാളെ ഞാൻ അവരെ അറിയാതെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമായ കാര്യമല്ല. പക്ഷേ 6 മാസത്തിൽ കൂടുതൽ ആ മനുഷ്യൻ എന്നോട് കൂടെ താമസിക്കുമ്പോൾ ഈ സമയത്തൊക്കെ ഈ അറിവ് വരുമ്പോൾ ഈ കട്ടിന്റെ അടിയിൽ ഈ മനുഷ്യൻ കിടക്കും. പക്ഷേ യാതൊരു ഒരു 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 എന്താ പറയാ, ഒരു തുമ്മലോ ചുമയോ ഒന്നും വരാതെ ദൈവം ആ മനുഷ്യനെ കാക്കുവാനിടയായി. ഞാൻ ആ സമയമെല്ലാം പുറത്തു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവെ, യാതൊരു ദോഷവും വരുവാനിടവരരുത്. ഞാൻ എപ്പോ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ കരം അന്ന് എനിക്ക് അനുകൂലമായിരുന്നു. ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നത് കൊണ്ടാ. അതിനുശേഷം സ്തോത്രം, ആ മനുഷ്യനെ ഞാൻ നാട്ടിലേക്കൊക്കെ അയച്ചു. കാലങ്ങൾ കഴിഞ്ഞു. 2013 സ്തോത്രം, ഞാൻ പത്തനംതിട്ടയിൽ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷിച്ച് ആ കാലഘട്ടങ്ങളിൽ ഈ മനുഷ്യൻ എന്നെ, ആ സഹോദരൻ എന്നെ കാണാൻ വന്നു. എന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ വരുമ്പോ പറഞ്ഞു, പുള്ളി ശുശ്രൂഷയിലാ, അദ്ദേഹം ഇപ്പോ പത്തനംതിട്ടയിലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്പറും അഡ്രസ്സും ഒക്കെ മേടിച്ച് അവിടെ വന്നു. അവിടെ വന്ന് എന്നെ കാണുമ്പോ ആ മനുഷ്യൻ എൻ്റെ കാൽക്കൽ ഇങ്ങനെ വീണിട്ട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ കൈ എനിക്ക്, നിങ്ങളുടെ ഒരു കൈത്താങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ആ കുവൈറ്റിന്റെ മണ്ണിൽ ഒന്നുമില്ലാത്തവനായി തകർന്നു പോയേനെ. അദ്ദേഹം ഇന്ന് TPM വിശ്വാസിയാണ്, ദീപന്തക്കോസ് സഭയിലെ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായി വാഹനങ്ങളുണ്ട്. ആ വാഹനത്തിൽ TPM പരസ്യ യോഗങ്ങൾ നടത്തുവാൻ അദ്ദേഹമാണ് സഹായിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അതിന്റെ സിസ്റ്റമുണ്ട്. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഈ പരസ്യങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. അദ്ദേഹം പറയുവാനിടയായി, അന്ന് നിങ്ങൾ എനിക്കൊരു കൈത്താങ്ങായി നിന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഒന്നുമില്ലാതെയായേനെ. ഞാൻ ചിലപ്പോൾ ആ രാജ്യത്ത് എൻ്റെ ജീവൻ തന്നെ ഞാൻ അവസാനിപ്പിച്ചേനെ എന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, എൻ്റെ കരമല്ല, അന്ന് ദൈവത്തിന്റെ കരമാ കൂടെ ഇരുന്ന്. ദൈവത്തിന്റെ കരം കൂടെ ഇല്ലാതെ ഇരുന്നുവെങ്കിൽ അന്ന് ആ കട്ടിലിന്റെ അടിയിൽ, കട്ടിലിന്റെ പുറത്തിരുന്ന് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്ത അറബി ആ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്ന നിങ്ങൾ ഒന്ന് ചുമയ്ക്കുകയോ ഒന്ന് തുമ്മുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ചിലപ്പോൾ അറബി കൊല്ലാൻ തന്നെ മടിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. കർത്താവിന്റെ ദാസിദാസന്മാരെ, നെഹമ്യാവിനോടുകൂടെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നുവെന്ന് നെഹമ്യാവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം അവൻ പ്രാർത്ഥിക്കുന്നവന് അവൻ ഉറപ്പുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ ദൈവം സ്തോത്രം എനിക്ക് അനുകൂലമായി ഇരിക്കുമെന്ന് സ്തോത്രം നല്ല ഉറപ്പുണ്ട്. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുവാനിടയായി, എൻ്റെ ഒരു പ്രാർത്ഥന വിഷയം പറയുവാനിടയായി. ഞങ്ങൾ ശവക്കോട്ട ഇല്ലാത്തത് കൊണ്ട് വളരെ ഭാരപ്പെട്ടു. എന്നാൽ ദൈവം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ശവക്കോട്ട മേടിക്കാൻ ദൈവം ഒരു വഴി തുറന്നു വന്നു. അത് ഞാൻ സൗദി അറേബ്യയിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഒരു സ്നേഹിതന്റെ ഭവനത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുവാനിടയായി. ഒരു 4 ആഴ്ചത്തെ പരിചയം, 4 വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്കായി ദമാമിൽ നിന്നും ഞാൻ റിയാദിലേക്ക് പോകുമ്പോൾ ആ റിയാദിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ആ പരിചയത്തിന്റെ പുറത്ത് അദ്ദേഹം എനിക്ക് 5 ലക്ഷം രൂപ വായ്പ തരാൻ കടം തന്നു. 5 ലക്ഷം രൂപ കടം തന്ന ആ പൈസ എടുത്താണ് ഞാൻ ശവക്കോട്ട മേടിക്കുവാനിടയായത്. ചില ബാധ്യതകളെയൊക്കെ തീർത്ത് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ പൈസ തരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ച കൂട്ടത്ത് പറഞ്ഞു, പാസേ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം കൂടെ ഉണ്ട്. ഇനി പോയി 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞേ ഞാൻ വരത്തുള്ളൂ. അപ്പൊ എനിക്ക് തന്നാ മതി, സാവകാശം തന്നാ മതി. പക്ഷെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ആ പ്രാർത്ഥന എനിക്ക് അത്
എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. എൻ്റെ തനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. മോള് മൂത്ത മോളാണ്. മകൻ രണ്ടാമത്തെയാണ്. മോള് ഇപ്പോ ഒരു പ്രൈവറ്റ് സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. 27 വയസ്സ് 28 വയസ്സ് കഴിഞ്ഞു. മോക്കൊരു വിവാഹം നടന്നിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കൃപയാൽ പ്രാർത്ഥിച്ചു. 3-4 ദിവസമായപ്പോ ഒരു ചെക്കൻ കാണാൻ വന്നു. അവന് നല്ലൊരു ബിടെക്കുകാരനായിരുന്നു. പെട്ടെന്ന് കണ്ടു, തമ്മിൽ അവർ ഇഷ്ടപ്പെട്ടു. വിവാഹം പെട്ടെന്ന് നടന്നു. ഈ വിവാഹത്തിനുള്ള പൈസയാണ് ഈ 5 ലക്ഷം രൂപ വിവാഹ ചെലവിന് മോക്ക് കൊടുക്കാനൊക്കെ ഇരുന്ന പൈസയാ. 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലായിപ്പോയി. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ചിന്ത, അവര് തമ്മിൽ കാണട്ടെ, കണ്ട് ഒക്കെ ഇഷ്ടമായാൽ പിന്നെ നമുക്ക് 1 വർഷമൊക്കെ കഴിഞ്ഞ് വിവാഹം നടത്താം എന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ പെണ്ണ് കണ്ട ആ ദിവസം മുതല് ചെക്കന്റെ വീട്ടുകാർ പറഞ്ഞു പെട്ടെന്ന് എത്രയും വേഗം നടത്തണം എന്ന് പറഞ്ഞു. ചുരുക്കി പറയാം, കഴിഞ്ഞ ഡിസംബർ മാസം 28-ാം തീയതി ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ആ കുഞ്ഞിന്റെ കല്യാണം നടന്നു. അപ്പോ ആ മനുഷ്യൻ പിന്നെ സൗദിയിലേക്ക് മടങ്ങിപ്പോയതുമില്ല. കല്യാണം ഓക്കെ ആയപ്പോ, കല്യാണം ഒക്കെ അടുത്തടുത്ത് വന്നപ്പോ ആ മനുഷ്യൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി, പാസ്റ്റർ സാമ്പത്തികം എന്തെങ്കിലും ആയോ? ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കല്യാണം നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതായാലും ഞാൻ ആ ദൈവത്തിനെ പ്രാർത്ഥിച്ച, ദൈവമേ ആ മനുഷ്യന് വേണ്ടി ദൈവം ആരെയെങ്കിലും ഒന്ന് ഒരുക്കണം. ഒരു യെരൂശലേം ദേവാലയം പണിവാൻ ഒരു ഹീരാമിനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ആ വിവാഹത്തിന് വേണ്ടി ദൈവം ആരെയെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. അതുപോലെ ആ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമെല്ലാം ഞാൻ മറ്റൊരാളുടെ നിന്നും എടുത്തു. അതുകൊണ്ട് പാസ്റ്റർ ഭാരപ്പെടേണ്ട, സാവകാശം നോക്കിയാൽ മതി. പക്ഷെ എനിക്ക് ആ വിവാഹത്തിന് ഞാൻ പോയി പങ്കെടുക്കുമ്പോൾ എനിക്ക് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ ധൈര്യം പോരായിരുന്നു. ഒരു വല്ലാത്തൊരു നിരാശ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ കരം, എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. എല്ലാം ഭംഗിയായി നടത്തുവാനിടയായി. അവര് ഓർണമെന്റ്സ്, തമിഴ്നാട്ടുകാരാണ്, ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നവരാ. കുഞ്ഞിനെ ഓർണമെന്റ്സിൽ മുക്കി ഇങ്ങനെ മൊത്തത്തിൽ നിർത്തിയിരിക്കുക. ഓർണമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യൻ എങ്ങനെ ഇത്രയും ഓർണമെന്റ്സ്, ഇപ്പോഴത്തെ 1 ലക്ഷത്തിലധികം വിലയുള്ള ഇത്രയും 1 പവന് ഇത്രയും വിലയുണ്ടെങ്കിൽ ഇത്രയും ഓർണമെന്റ്സ് എന്തിനാ ഇട്ടത് എന്നൊക്കെ ഞാൻ 30 ലക്ഷത്തിന്റെ കാറ് കൊടുക്കുവാനിടയായി, പോക്കറ്റ് മണി കൊടുക്കുവാനിടയായി. എന്തായാലും ആ വിവാഹം നല്ല ഭംഗിയായി നടത്തുവാനിടയായി. ആ മനുഷ്യനോട് പറഞ്ഞു, പാസ്റ്റർ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല, എല്ലാം ഭംഗിയായി നടന്നു. പ്രാർത്ഥനയുടെ ഫലമാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ കരം മേഘമായി ഇറങ്ങി വരുവാനിടയാകും. കർമ്മേലിൽ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് വേണ്ടി കടൽക്കരയ്ക്ക് ഉയരെ ഒരു മേഘം പൊങ്ങുവാൻ കഴിഞ്ഞുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവദാസിമാരെ, നിങ്ങളുടെ തലമുറയുടെ ആവശ്യങ്ങൾക്കായി കരയുന്ന സ്തോത്രം അനുഭവമാണോ ഇന്ന് പകൽക്കാലമുള്ളത്? നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നുവോ? എല്ലാം നഷ്ടപ്പെട്ടവനായി കരയുന്നുവോ? നഷ്ടപ്പെട്ടവളായി കരയുന്നുവോ? ഇന്ന് പകൽ കരയുന്ന സ്തോത്രം ദൈവവൈതലിനു വേണ്ടി ദൈവത്തിന്റെ കരം അനുകൂലമായി ഇറങ്ങി വരുമെന്ന്
പരിശുദ്ധാത്മാവെന്ന് പകൽ ആലോചന പറയുകയാണ്. ഷദരവരവൗഷദരാധര യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രിവനവരകര ക്ഷന്തരാധന അർത്ഥരധനധരകക്ഷാധന വൈഡവലവലവൗഷം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരമെന്ന് പകൽ ആമേൻ അനുകൂലമായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഗ്രേസ് ആമേൻ പ്രയർ ഫെലോഷിപ്പിന് വേണ്ടി ദൈവത്തിന്റെ കരം ആമേൻ സ്തോത്രം അനുകൂലമായി വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ കരം അനുകൂലമായി. ദാവീദിനോട് കൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. ആമേൻ സ്തോത്രം. നെഹമ്യാവിനോട് കൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. ആമേൻ ഹല്ലേലൂയ. യാക്കോബിനോട് കൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. യോസഫിനോടുകൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. ആമേൻ കരയുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. യാബോക്കിന്റെ തീരത്ത് കരയുവാൻ തയ്യാറായപ്പോൾ, ആമേൻ സ്തോത്രം, മല്ല് പിടിക്കുവാൻ തയ്യാറായപ്പോൾ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ, ഈ മല്ല് പിടുത്തം എന്ന് വെച്ചാൽ ആമേൻ ഗുസ്തിക്കാരനോടുകൂടെ പിടിച്ചെന്നല്ല, ആമേൻ സ്തോത്രം, അവിടെ ആമേൻ പ്രാർത്ഥിച്ചെന്ന, കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന, ദൈവത്തിന്റെ ആമേൻ ദൈവസന്നിധിയിൽ അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥനയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആമേൻ യാക്കോബിന്റെ കണ്ണുനീർ കണ്ടപ്പോൾ അക്കരെ നിന്ന് പ്രതികൂലത്തെ അനുകൂലമാക്കി ദൈവം മാറ്റുവാനിടയായി. ഹല്ലേലൂയ. പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുകയാണ് ഇന്ന് ആമേൻ സ്തോത്രം. നിന്റെ മുന്നിൽ നിൽക്കുന്ന ചില പ്രതികൂലത്തെ കണ്ട് നാളത്തെ ദിനങ്ങളെ ഓർത്ത് ആമേൻ ഭയപ്പെടുകയാണോ? ആമേൻ ഭയമല്ല നിനക്ക് ഇന്ന് പകൽ ആവശ്യം. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥനയാണ് കുഞ്ഞെ. ദൈവത്തിന്റെ കരം അനുകൂലമായി നിൽക്കുവാൻ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ശക്തിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് അവിടെ കാണുവാനിടയാകും. ഹല്ലേലൂയ. 2 ശമൂവേൽ സ്തോത്രം. ഹല്ലേലൂയ. രക്തം ജയം. 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 ശമൂവേൽ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂന്യന്മായിരിക്കും. നിങ്ങളുടെ യജമാനനായ ശൗൽ മരിച്ചുപോയി. യഹൂദാഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ഒന്നുകൂടെ വായിക്കാമോ? ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിക്കും. നിങ്ങളുടെ യജമാനനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദാഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. ആമേൻ. ശൗൽ മരിക്കുമ്പോൾ ശൗലിന്റെ അനുകൂലികളായിരുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചിലർ, ശൗലിന് അനുകൂലമായി നിന്ന ചിലർ ആമേൻ സ്തോത്രം ദാവീദിനെ കണ്ട് ഭയപ്പെടുവാനിടയായി. എന്നാൽ ആമേൻ ദാവീദ് പറയുന്നു സ്തോത്രം ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ യജമാനൻ ശൗൽ മരിച്ചു പോയല്ലോ. നിങ്ങൾ ആമേൻ സ്തോത്രം എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആമേൻ ഉറപ്പുള്ളവരായിരിക്കും, ധൈര്യമുള്ളവരായിരിക്കും, ഭയപ്പെടാതെ പതറിപ്പോകാതെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവം എന്നെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ വിടുവിക്കും, രാജ്യത്തെ വിടുവിക്കും. അതുകൊണ്ട് ആമേ ഭയം ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം ആമേ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുവാനിടയായി. ആമേൻ. അവരെ അഭിഷേകം ദൈവത്തിന്റെ കരം ദാവീദിനോടുകൂടെ ഇരുന്നത് കൊണ്ടാണ് ദാവീദിന് അവരെ ആമേൻ സ്തോത്രം ബലപ്പെടുത്തുവാനിടയായത്. അവൻ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും, മറ്റുള്ളവരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സമാധാനിപ്പിക്കുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ.
ദൈവത്തിന്റെ കരം അനുകൂലമില്ലാത്തവരുടെ വാക്കുകൾക്ക് സ്തോത്രം ഹല്ലേലൂയ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയത്തില്ല. പല സന്ദർഭങ്ങളിലും ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ വാക്കുകൾ ആശ്വാസമായി മാറുവാൻ കാരണം ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരവും അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പ്രാർത്ഥനയും കണ്ണുനീരിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം ഇരുന്നത് കാരണം നെഹമ്യാവിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാനിടയായി. ഒന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ കരം അനുകൂലമായി ഇരിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയുമെന്ന് സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം കരം അനുകൂലമായി ഇരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഉണ്ടായിരിക്കും. രണ്ടാമത്, അവര് ദൈവം സ്തോത്രം ഹല്ലേലൂയ അനേക വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ അയച്ച് ആശ്വസിപ്പിക്കുവാനിടെ അവരുടെ വാക്കുകളെല്ലാം ആശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും. ഒരു പാട്ട് പാടിയാൽ അത് ആശ്വാസമായിരിക്കും. അവരുടെ എല്ലാ നിലകളിലും സ്തോത്രം ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. നമുക്കറിയാം സ്തോത്രം ഹല്ലേലൂയ ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ അവൻ 26-ന്റെ-28. അതിനവൻ യഹോവ നിന്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി, അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഇതിനു മുന്നേ ഈ ചില നാളുകൾക്ക് മുമ്പേ താൻ കുഴിച്ച കിണറുകളെല്ലാം ഉറവകളെല്ലാം മൂടിക്കളഞ്ഞ ശത്രു ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവിന്റെ ദാസിദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാ സ്തോത്രം ഹല്ലേലൂയ ഭക്തൻ ഇങ്ങനെ എഴുതുവാനിടയായത്, യഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളിൽ കൂടെ കാണണം, നമ്മുടെ ഭവനത്തിൽ കൂടെ കാണണം, നമ്മുടെ തലമുറയിൽ കൂടെ കാണണം, നമ്മുടെ അനുഗ്രഹങ്ങളിൽ കൂടെ കാണണം, നമ്മുടെ ആരോഗ്യങ്ങളിൽ കൂടെ കാണണം, നമ്മുടെ വസ്ത്രധാരണയിൽ കൂടെ കാണണം, നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ കാണണം. ദൈവം നമുക്ക് അനുകൂലമായി ഇരിക്കുന്നെന്ന് സ്തോത്രം ജാതികൾ വിളിച്ചു പറയുവാൻ തക്കവണ്ണം നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. അനേക ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ കൂടെ സ്തോത്രം അനേക ദൈവദാസന്മാരെന്ന് പറഞ്ഞ് കടന്നു വന്ന് സ്നേഹിക്കുകയും ഒത്തിരി എനിക്ക് ഈ ദേവദാസന്മാരോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും, കർത്താവിന്റെ ശുശ്രൂഷകരോട് എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. പ്രത്യേകിച്ച് യൗവനക്കാരായ ശുശ്രൂഷകരെ എനിക്കും എങ്ങനെയൊക്കെ മാക്സിമം വരെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും അതെല്ലാം കബളിപ്പിക്കപ്പെടുകയാണെന്ന് പിന്നത്തേതിലാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ന്യൂ ജനറേഷൻ മോഡലിലൊക്കെ സ്തോത്രം അവർ പിന്നത്തേതിൽ മാറുമ്പോൾ എന്തിനേറെ സ്തോത്രം ഭവനം പണിയുവാൻ അല്ലെങ്കിൽ ആലയം പണിയുവാൻ പലതരത്തിൽ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു യുവനക്കാരൻ വന്നു എൻ്റെ മുന്നിൽ കരയുകയും ഒത്തിരി സങ്കടങ്ങൾ പറയുവാനൊക്കെ ഇടയായി. ഞാൻ ചോദിച്ചു, എന്തുവാ നിങ്ങളുടെ പ്രശ്നം, എന്താ? ഞാനൊരു ആലയം പണിതു, അത് ഞാൻ ഒരു സംഘടനയോടുകൂടെ ഞാൻ നിൽക്കുന്നില്ല പാസങ്ങളെ, എനിക്ക് നിങ്ങളുടെ സംഘടനയോടുകൂടെ ചേർന്ന് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെയും കൂടെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നിന്നോ, അതിനെന്താ. പിന്നെ അതിനുശേഷം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഓടി വരാൻ തുടങ്ങി.
എന്നോട് പറഞ്ഞു, വാസങ്ങളെ ഞങ്ങളുടെ ആലയമൊക്കെ ഒന്ന് പൂശി ഒരുപാട് പണിയുണ്ട്, ഇലക്ട്രീഷ്യൻ വർക്കുണ്ട്, പ്ലംബിംഗ് വർക്കുണ്ട്, ഒരു കിണർ കുത്തണം, കിണർ കുഴിച്ചാൽ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള സപ്പോർട്ടുകളെല്ലാം ഞാനിങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോഴെല്ലാം ഞാൻ പലതരത്തിൽ ഞാനിങ്ങനെ അദ്ദേഹത്തെ സഹായിച്ചു. എല്ലാം കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, ചർച്ച് സംഘടനയുടെ പേർക്ക് ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു. അടുത്ത ഒരു ദിവസം പറഞ്ഞു, അന്ന് രാവിലെ മുതൽ പുള്ളിയുടെ ഫോണ് വിളിക്കുന്നു, പുള്ളി ഫോണ് സ്വിച്ച് ഓഫ്, അഥവാ ഓൺ ആക്കി കഴിഞ്ഞാൽ പുള്ളി പറയും, ഞാൻ ഇതാ വരുന്നു, ഇതാ 10 മിനിറ്റിനകത്ത്, അരമണിക്കൂറിനകത്ത്. 10 മണി എന്ന് പറഞ്ഞു, പിന്നെ 1 മണിയായി, ഒടുവിൽ പറഞ്ഞു 4 മണി. ഇങ്ങനെ പറഞ്ഞു ഇപ്പോ 2-3 മാസമായി ആള് യാതൊരു അറിവുമില്ല. അങ്ങനെ കബളിപ്പിക്കുവാനായിട്ട് അവൻ അനേകരുടെ കരം നമ്മുടെ പുറകെ വന്നെന്ന് വരാം. പക്ഷേ ദൈവത്തിന്റെ കരം നമ്മെ കബളിപ്പിക്കുവാനല്ല ദൈവത്തിന്റെ കരം വരുന്നത്. ദൈവത്തിന്റെ കരം വരും നമ്മെ ഉയർത്തുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാ പത്രോസ് ഇങ്ങനെ പറയുവാനിടയെ, നിങ്ങളെ തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് അവൻ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ഉയർത്തുവാനിടയാകും. ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതെ അവൻ തന്റെ ചെവി മന്ദമായിട്ടില്ല എന്ന തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലത്തിൽ പറയട്ടെ, നെഹമ്യാവിനെ പോലെ കരയുവാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, നിശ്ചയമായി ദൈവം നമ്മെ ഉയർത്തുവാനിടയാകും. നമുക്കറിയാം, എബേസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എബേസിനെ സ്തോത്രം വ്യസനപുത്രൻ എന്നാ പറയുന്നത്, അവൻ ദുഃഖപുത്രൻ എന്നാ പറയുന്നത്. ഒരിക്കലും അവന്റെ ദുഃഖം മാറത്തില്ല. കാരണം അമ്മ വേദനയോടുകൂടെ പ്രസവിക്കുകയും അമ്മ അവനെ ശപിച്ചുകൊണ്ടാണ് ഒരു പേരിട്ട് കൊടുത്തത്. എന്നാൽ ദൈവം അവനെ അനുഗ്രഹപുത്രനാക്കി മാറ്റുവാനിടയായി. എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് നാം വായിച്ചത്, സ്തോത്രം, ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ യാതൊരു വിസ്താരമാക്കുമെന്നും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകുവാനിടയായി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആരൊക്കെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയില്ല, നിന്റെ ദൈവം നിന്നെ മറന്നുപോയി, നിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം എവിടെ എന്ന് ആരൊക്കെ ചോദിച്ചാലും, ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും, ഇന്ന് പകൽക്കാലം കുഞ്ഞെ എബേസിന്റെ അനുഭവം പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി തരുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ സ്തോത്രം, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ, ഈ ഈ മാസത്തിന്റെ 6-ാമത്തെ പ്രഭാതത്തിലും വേദനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം എന്തായി തീരും, എൻ്റെ ഭൗതിക നന്മയുടെ അനുഭവം എന്തായി തീരും, എൻ്റെ മക്കളുടെ അനുഭവം എന്തായി തീരും, എൻ്റെ മക്കൾക്ക് എന്ത് സ്തോത്രം കൊടുക്കും, എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന കർത്താവിന്റെ ദാസന്മാരെ, ഇന്ന് പ്രഭാതം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വരും. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വരും. സ്തോത്രം, ഹല്ലേലൂയ. കർമ്മേലിൽ പ്രാർത്ഥനയുടെ കരം വെളിപ്പെട്ടതുപോലെ, കർമ്മേലിലെ പ്രാർത്ഥനയ്ക്ക് ഒരു കരം വെളിപ്പെട്ടതുപോലെ ചില കുടുംബത്തിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. ഇന്നലെ വരെ നിന്റെ ജീവിതത്തെ തകർത്തത് മാനുഷിക കരമാണെങ്കിൽ ഇന്ന് പകൽ ഒരു ദൈവിക കരം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു.
ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷകൾക്കെതിരായി ചില കരങ്ങൾ സ്തോത്രം നിനക്കെതിരായി വെളിപ്പെട്ടെങ്കിൽ, സ്തോത്രം നിന്റെ തലമുറയുടെ ഭാവികൾക്കെതിരായി ചില കരങ്ങൾ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ കരം എന്ന പകൽ അനുകൂലമായി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എബേസിനെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? യാക്കോബിനെ പോലെ മല്ല് പിടിക്കുവാൻ തയ്യാറാണോ? എങ്കിൽ സ്തോത്രം പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ അവൻ ശക്തനാണ്. സ്തോത്രം. യാബോക്കിന്റെ അക്കരെ 400 സ്തോത്രം 400 പ്രതിയോഗികളുമായി നിൽക്കുന്നത് സ്തോത്രം യാക്കോബ് ഇക്കരെ നിന്ന് കാണുവാനിടയായി. അക്കരെ എത്തിക്കഴിഞ്ഞാൽ എന്റെ പ്രാണന് ഹാനി വരുമെന്ന് തിരിച്ചറിഞ്ഞ, എന്റെ ജീവിതം ഇനി സ്തോത്രം ഇത് ഇവിടെ പുസ്റ്റോപ്പിടേണ്ടി വരുമെന്ന്, യാബോക്കിന്റെ അക്കരെ എത്തിയാൽ എന്റെ ജീവിതം പുസ്റ്റോപ്പിട്ട് കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് യാബോക്കിന്റെ ഇക്കരെ നിന്നുകൊണ്ട് അർദ്ധരാത്രി മുഴുവനും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മല്ല് പിടിച്ച യാക്കോബിന്റെ ജീവിതത്തിൽ അക്കരെ എത്തിയപ്പോൾ പ്രതികൂലമായി നിന്ന യേശാവ് അനുകൂലമായി കാണപ്പെട്ടതുപോലെ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിനക്കെതിരായി നിന്ന ചില കരങ്ങൾ കുഞ്ഞെ, അതേ കരങ്ങൾ തന്നെ അനുകൂലമായി മാറുവാനിടയാകും. സഹോദരങ്ങളുടെ കരമാണ് യോസഫിന് പ്രതികൂലമായി മാറിയത്. പ്രതികൂലമായി ആ പൊട്ടക്കിരട്ടിൽ എടുത്തിട്ട അതേ കരം, അതേ കരം തന്നെ വലിച്ചെടുത്ത സ്തോത്രം ഹല്ലേലൂയ കരക്കെത്തിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഏതൊക്കെ കരമാണ് നിന്നെ തകർക്കുവാൻ ഇടയായത്, അതേ കരത്തിൽ കൂടെ നിന്നെ സ്തോത്രം ഹല്ലേലൂയ പുറത്തെടുത്ത് മാനിക്കുവാൻ ദൈവത്തിന് ഇന്ന് പകൽ പദ്ധതിയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. മോശ എന്ന സ്തോത്രം മോശ എന്ന പ്രവാചകനെ ദൈവം സ്തോത്രം വിശുദ്ധ വേദപുസ്തകം കണ്ടതിലെ ഏറ്റവും വലിയ ഹല്ലേലൂയ ദൈവദാസനെ നൈൽ നദിയിൽ വലിച്ചെറിയുവാൻ ഏത് കരമാണ് ഏത് കരമാണ് സ്തോത്രം ഹല്ലേലൂയ ഏത് കരമാണ് ആജ്ഞാപിച്ചുവോ അതേ കരത്തിന്റെ കീഴിൽ മോശയെ വളർത്തി ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന്റെ കരം അനുകൂലമായതുപോലെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലമായതിനെ കൊണ്ട് തന്നെ നിനക്ക് അനുകൂലമായി പറയിപ്പിക്കുന്ന, പ്രതികൂലമായി നിന്ന കരം തന്നെ നിനക്ക് അനുകൂലമായി താങ്ങുന്ന നിലകളിൽ ദൈവം മാറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഇരമ്യാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദർശനം കണ്ട സ്തോത്രം ദർശനം കണ്ട യോസഫ് ദർശനം കണ്ടിട്ട് പ്രാർത്ഥിക്കാതെ ഇരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ ദർശനത്തിന്റെ ഫലം കാണുവാൻ കഴിയില്ലായിരുന്നു. പോത്തിഫറിന്റെ ഭവനത്തിലും താൻ ദൈവഭക്തനായി തന്നെ ജീവിക്കുവാനിടയായി, വിശ്വസ്തനായി തന്നെ ജീവിക്കുവാനിടയായി, കാരാഗ്രഹത്തിനകത്തും താൻ വിശ്വസ്തനായി ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ഹല്ലേലൂയ യോസഫ് സ്തോത്രം പോത്തിഫറിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇത് ഇങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അവിടത്തെ സുഖവും അവിടത്തെ സ്തോത്രം എല്ലാം അനുഭവിക്കുവാൻ താൻ തന്നെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ മിസ്രൈമിലെ രണ്ടാമത്തെ സ്തോത്രം പദവി വഹിക്കുവാൻ യോസഫിന് കഴിയത്തില്ലായിരുന്നു. യോസഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ വിശ്വസ്തതയുള്ളവളായിരിക്കണം. ഭാര്യയുടെ മുന്നിൽ ഭർത്താക്കന്മാർ വിശ്വസ്തതയുള്ളവരായിരിക്കണം. മക്കളുടെ മുന്നിൽ മാതാപിതാക്കളുടെ മുന്നിൽ മക്കളും വിശ്വസ്തരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുവാനിടയാകും. ദൈവം അനുകൂലമായിരിക്കും. ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം എബേസിന് വേണ്ടി ഒരു ദൈവകരം വെളിപ്പെട്ടതുപോലെ നെഹമ്യാവിന് വേണ്ടി
ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നത് പോലെ ഇന്ന് പകൽക്കാലം കുഞ്ഞെ സ്തോത്രം, ഹാലേലൂയ, നിങ്ങൾക്ക് ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ കരം എന്നോട് കൂടെ. ഇന്ന് പകൽ പറയാമോ, കർത്താവെ, ഈ കേട്ട തിരുവചനം ആമേൻ ഇത് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചതാണ്. എന്നാമേ പേര് പറഞ്ഞ് സംസാരിച്ചില്ല എങ്കിലും ഇത് എനിക്കുള്ള ദൂതാണ്. ദൈവത്തിന്റെ കരം അനുകൂലമായി ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ കർത്താവ് ജീവിക്കുവാനിടയായി. നല്ല ഭവനം പണിയുവാൻ, നല്ല വസ്ത്രം ധരിക്കുവാൻ, നല്ല ഭക്ഷണം കഴിക്കുവാൻ, നല്ല വാഹനങ്ങളിൽ സഞ്ചരിപ്പാൻ എല്ലാം അവൻ ദൈവം കൃപ നൽകിയത് ദൈവത്തിന്റെ കരം അനുകൂലമായി ഇരുന്നത് കൊണ്ട് തന്നെയാണ്. തകർന്ന് പോകുമെന്ന് വിചാരിച്ച നാളുകൾ, തകർത്തു കളയുമെന്ന് ശത്രുവിന്റെ കരം വെല്ലുവിളിച്ച ദിനങ്ങൾ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഒരു മല്ലനായ ഗോലിയോത്ത് നിന്ന് വിരൽ ചൂണ്ടി വെല്ലുവിളിച്ച് നിൽക്കുന്നത് പോലെ, അലറി വിളിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ശത്രുവിന്റെ കരം നിന്നെ ഹല്ലിൽ തകർത്തു കളയുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ കരമാണ് നിന്നെ പണിതതെന്ന് ഇന്ന് പകൽ ആത്മാവ് ആലോചന പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട്? നിങ്ങളുടെ തലമുറകളോടുകൂടെ ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ. ആമേൻ. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഒരു കര എത്തിയില്ലല്ലോ. ഒരു കര എത്തിക്കുവാൻ അവന്റെ കരം ശക്തമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രതീക്ഷയറ്റുപോയ, ആശയറ്റുപോയ പൗലോസിന് വേണ്ടി ഒരു മെലിഥ്യ ഒരുക്കിയതുപോലെ, ഒരു മെലിഥ്യയെ ദൈവം ഒരുക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ചില സ്തോത്രം ഹല്ലേലൂയ ദ്വീപുകൾ, ചില രാജ്യങ്ങൾ, ചില പട്ടണങ്ങൾ സ്തോത്രം ഹല്ലേലൂയ വാതിലുകൾ തുറക്കാൻ പോകുന്നു. ദൈവത്തിന്റെ കരം സ്തോത്രം ഹല്ലേലൂയ. എന്തിനേറെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി സ്തോത്രം, പത്രോസിന് വേണ്ടി ഒരു കരം തൊടാത്ത ഒരു മനുഷ്യകരം തൊടാത്ത സ്തോത്രം ഹല്ലേലൂയ വാതിൽ, പട്ടണവാതിൽ പത്രോസിന് വേണ്ടി തുറക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇങ്ങനെയാ വായിക്കുന്നത്, സ്വതവേ തുറക്കുവാനിടയായി, പട്ടണവാതിൽ സ്വതവേ തുറക്കുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ തലമുറകൾക്ക് വേണ്ടി പട്ടണവാതിലുകൾ സ്വതവേ തുറക്കുവാൻ പോകുകയാണ്. കരയുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? തയ്യാറാണോ? ചില പട്ടണവാതിലുകൾ നിന്റെ തലമുറകൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ചില വിവാഹ ജീവിതങ്ങൾ, ചില ഗർഭപാത്രങ്ങൾ തുറക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രക്തം ചെയ്യും. തലമുറയില്ലാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കുഞ്ഞെ, ദൈവത്തിന്റെ കരം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹന്നയുടെ ഗർഭപാത്രത്തെ വചനം പറഞ്ഞു, യഹോവ ഹന്നയുടെ ഗർഭപാത്രത്തെ അടച്ചു. ദൈവം ഹന്നയുടെ ഗർഭപാത്രത്തെ തുറന്നു. ഹന്നയുടെ കരച്ചിൽ, ഹന്നയുടെ പ്രാർത്ഥന, ഹന്നയുടെ കണ്ണുനീര് കണ്ട ദൈവം സ്തോത്രം ഹല്ലേലൂയ ആ ഗർഭപാത്രത്തെ തുറന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടാനിടയാകും. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കണ്ണുകൾ ദിവസം ഇടയ്ക്കാട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതം നിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, പ്രാർത്ഥനയുടെ മറുപടികളെ നാളുകളായി ലഭിക്കാതെ കാണുവാൻ കഴിയാതെ, വാഗ്ദത്തം കാണുവാൻ കഴിയാതെ, പ്രാർത്ഥനയുടെ മറുപടി കാണുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന കർത്താവിന്റെ ദാസന്മാരോട് ഇന്ന് പ്രഭാതം സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, യാക്കോബിന്റെ കണ്ണുനീരിന് മറുപടി അയച്ചതുപോലെ കർത്താവേ, യോസഫിന്റെ കണ്ണുനീരിന് മറുപടി അയച്ചതുപോലെ എന്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഈ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഗ്രേസ് പ്രേയർ ഫെലോഷിപ്പിൽ കൂടിയായിരിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം ആദരിക്കണം. വിശേഷിച്ച് കർത്താവിന്റെ ദാസനെയും ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. അവിടെ തലമുറകൾക്ക് വേണ്ടി കർത്താവെ ഒരു കരം ഈ ദിവസങ്ങൾ വെളിപ്പെടണം. ശക്തമായ നിലകളിൽ അവിടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ആദരിക്കണം. സ്വർഗം ഹല്ലേലൂയ പട്ടണവാതിലുകളെ തുറക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. തടസ്സത്തിന്റെ കരങ്ങളെല്ലാം നീങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ.
സ്വർഗം അത്ഭുതം ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും. മഹത്വം അങ്ങെടുക്കണമേ യേശുവിന്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു ദേവദാസി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവൻ ദൈവം ഇനിയും വിശാലതകൾ ഒരുക്കും. ദൈവത്തിന്റെ കരം അനുകൂലമാണ്. അവൻ ആർക്കും തകർത്തു കളയുവാൻ കഴിയുകയില്ല. ഭാരപ്പെടേണ്ട, പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.